പീരുമേട്ടിലെ സീതയുടെ മരണം കാട്ടാന ആക്രമണത്തിൽ തന്നെയെന്ന് സ്ഥിരീകരിച്ച പോലീസ്. ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമെന്ന് ഇടുക്കി SP വിഷ്ണു പ്രദീപ് TK വ്യക്തമാക്കി. മറ്റുള്ളവർ കൊലപാതകിയാക്കി ചിത്രീകരിച്ചപ്പോൾ തന്നെയും മക്കളെയും കേൾക്കാൻ തയ്യാറായത് കൈരളി ന്യൂസ് മാത്രമാണെന്ന് സീതയുടെ ഭർത്താവ് ബിനു പറഞ്ഞു. കൈരളി ന്യൂസിന്റെ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനം അഭിനന്ദനാർഹമെന്ന് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസും പ്രതികരിച്ചു. ഇടുക്കി പീരുമേട്ടിലെ ആദിവാസി സ്ത്രീ സീതയെ ഭർത്താവ് ബിനു കൊലപ്പെടുത്തിയതാണ് എന്ന വാർത്തകൾ വരുന്ന സാഹചര്യത്തിലാണ് പോസ്റ്റ്മോർട്ടം ചെയ്ത സർജന്റെയും DFOയുടെയും വാദങ്ങളിലെ പൊരുത്തക്കേടുകൾ തിരിച്ചറിഞ്ഞ് കൈരളി ന്യൂസ് സീതയുടെ കുടുംബത്തെ തേടിച്ചെന്നത്. പോലീസ് കസ്റ്റഡിയിലാണ് എന്ന് പ്രചരിപ്പിക്കപ്പെട്ട ബിനുവിനെയും മക്കളെയും അവർ താമസിക്കുന്ന സ്ഥലത്ത് ചെന്ന് കണ്ടു, അവരോട് സംസാരിച്ചു. അന്ന് കൈരളി ന്യൂസ് ഉയർത്തിയ സംശയങ്ങൾക്കാണ് ഇപ്പോൾ പോലീസിന്റെ ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ വ്യക്തത വന്നിരിക്കുന്നത്. സീതയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഇതൊരു കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് മനസ്സിലായിട്ടുള്ളത്. ആ ഒരു നിഗമനത്തിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത് പോലീസ്. DFOയും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറും ഒത്തുകളിച്ച് തന്നെ കൊലപാതകിയാക്കാൻ ശ്രമിച്ചുവെന്നും തങ്ങളെ കേൾക്കാൻ തയ്യാറായത് കൈരളി ന്യൂസ് മാത്രമാണെന്നും സീതയുടെ ഭർത്താവ് ബിനു പറഞ്ഞു. കുഴിക്കാരെ അടക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മറ്റുള്ള മാധ്യമങ്ങളിലൊക്കെ ഞാൻ പോലീസ് കസ്റ്റഡിയിലാണെന്നും എൻ്റെ പിള്ളേരും കൂടെ ചേർന്നാണ് കൊല ചെയ്തതെന്നൊക്കെ വാർത്തകൾ മറ്റുള്ള ചാനലുകളിൽ വാർത്ത അന്നേരം വന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് പോലും കൈരളിക്കാരാണ് ഞങ്ങളെ കൈരളി നിങ്ങൾ കാരണമാണ് ഞങ്ങൾക്കിപ്പോൾ ഇത്ര ഒരു പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു അനുകൂലമായിട്ടുള്ളൊരു റിപ്പോർട്ട് വരാൻ കാരണം നിങ്ങൾ തന്നെയാണ്. ഞങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാൻ ഞങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളാണ്. നിങ്ങൾക്ക് ഒരുപാട് നന്ദി. കൈരളി ന്യൂസിന്റെ അന്വേഷണാത്മക മാധ്യമപ്രവർത്തനത്തിന് അഭിനന്ദനങ്ങളെന്ന് CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസും പറഞ്ഞു. ഈ കാര്യത്തിലുള്ള ഈ സംഭവം ഉണ്ടായപ്പോൾ മുതൽ അതിൻ്റെ അന്വേഷണം എത്തിക്കുന്ന കാര്യത്തിൽ, ആ പ്രദേശത്ത് പോകുന്ന കാര്യത്തിൽ അതൊരു വസ്തുത പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി കൈരളി നടത്തിയിട്ടുള്ള ഒരു ഇടപെടൽ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും തിളമയാർന്ന വിജയമാണ്. പീരുമേട് DYSP വിശാൽ ജോൺസന്റെ നേതൃത്വത്തിൽ ശാസ്ത്രീയമായ അന്വേഷണമാണ് നടത്തിയത്. ബിനുവിനെയും മക്കൾ രണ്ടുപേരെയും വെവ്വേറെ ചോദ്യം ചെയ്തു. DYSPയും ഫോറൻസിക് വിദഗ്ധരും സംഭവസ്ഥലം നേരിട്ട് സന്ദർശിച്ച് പരിശോധനകൾ നടത്തി. എല്ലാ പരിശോധനകൾക്കും അവസാനമാണ് ബിനു നിരപരാധിയാണെന്നും സീത കൊല്ലപ്പെട്ടത് കാട്ടാന ആക്രമണത്തിലാണെന്നും പോലീസ് സ്ഥിരീകരിക്കുന്നത്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഈ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ശബ്ദിക്കാൻ നമ്മളല്ലാതെ മറ്റാരും ഉണ്ടാവില്ല എന്ന യാഥാർത്ഥ്യബോധത്തിൽ നിന്നാണ് അന്ന് ഇവരെ തേടി നമ്മളെത്തിയത്. ഇന്ന് എല്ലാ സംശയങ്ങൾക്കും ഉത്തരമായിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം, അതിലേറെ അഭിമാനം. കൈരളി ന്യൂസിനു വേണ്ടി ജോസിൽ സെബാസ്റ്റ്യൻ, ഇടുക്കി.